ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. എടി കല്യാണത്തിന് നീയും പിള്ളേരും കൂടെ പോ. ഞാനിവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കണല്ലേ. എടി ഞാൻ സബ് രജിസ്ട്രാറാണ്. അങ്ങനെ ഓടിച്ചാടി അങ്ങനെ നീ പറയുമ്പോൾ നിന്റെ എടി കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ അവിടെ ഒരു നൂല് കെട്ടെന്ന് പറഞ്ഞ് പരിപാടിക്ക് പോയതാ. ആണ് അതിന് മുന്നത്തെ ആഴ്ച വേറെ എന്തോ പരിപാടിയായിരുന്നു. നീ എൻ്റെ വായിരിക്കണം കേൾക്കും കേട്ടോ. ആ ആ ഞാൻ ഓഫീസിലാണ് ഇരിക്കണത്. ആ ആ നീ ഫോൺ വെച്ചേ ആ ആ ഓ ഓ ഞാൻ വിളിക്കാം വല്ല അനാഥേനെയും കിട്ടിയാൽ മതിയായിരുന്നു. ആ എന്താ സാറേ, ഒരു വിവരം ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. വിവരാവകാശത്തിൻ്റെ ഓഫീസ് വേറെ ഉണ്ട്, എന്നാലും ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അതല്ല, ഞാൻ ഗൾഫിലാ ജോലി ചെയ്യണതേ. അപ്പൊ അധികം ലീവിൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോയാൽ വേണം. അപ്പൊ എന്റെ അച്ഛന്റെ പേരിൽ ഒരു 44 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ എനിക്കും എന്റെ മൂത്ത ഏട്ടനും കൂടി അത് ഇഷ്ടദാനം തരാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ആധാരം ഒന്ന് രജിസ്റ്റർ ചെയ്യണതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ അറിയാവുന്നില്ലല്ലോ, എഴുത്തുകാരനെ കൊണ്ട് അത് എഴുതിച്ചു കൊണ്ടുവരിക, രജിസ്റ്റർ ചെയ്ത് തരാം. അല്ല, എഴുത്തുകാരൻ്റെ അടുത്ത് പോയി. അപ്പൊ വലിയ എമൗണ്ടാ പറഞ്ഞ 30,000 രൂപയാവുന്ന പറഞ്ഞ എഴുത്തുകൂലി. 30? ആ എഴുത്തുകാരനാരാ? അത് സുഗതൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു സുഹൃത്താണ്. ചോദിക്കും സുഗതൻ പഴയ എഴുത്തുകാരനാ. അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ട്. അല്ല, അതിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ ഗൾഫിൽ പോകണ്ടേ, ഇത് എഴുതി കൊണ്ടുപോവാ, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ല സാറേ, അപ്പൊ അന്വേഷിച്ചപ്പേ ഈ സ്വന്തമായിട്ട് ഇപ്പൊ ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞു. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് തന്നെ ചെയ്യാന്ന് ഓർത്തിട്ടാണ്. അതൊക്കെ അന്വേഷിച്ചല്ലേ? അല്ല, അതിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ നമ്പർ ഞാൻ മറന്നുപോയേ. അത് പ്രകാരം 25 വയസ്സ് കഴിഞ്ഞ ആർക്കും സ്വന്തമായിട്ട് ആധാരം നമുക്ക് എഴുതാം. മനസ്സിലായില്ലേ? ഇപ്പൊ എത്രയായി? ഇപ്പൊ 30 കഴിഞ്ഞാ? അപ്പൊ പിന്നെ അത് ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അയ്യോ, 30 കഴിഞ്ഞാൽ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതല്ല, തിരിച്ച് ഗൾഫിലോട്ട് പോകണ്ടേ? ഭയങ്കര ചടങ്ങാണിത്. നമ്മൾ വിചാരിക്കണ പോലെ അല്ല കാര്യങ്ങള്. ഇതിനാദ്യം നമ്മൾ ഫയലിംഗ് ഷീറ്റിന് അപേക്ഷിക്കണം. അത് ചിലപ്പോൾ കിട്ടി വരാൻ തന്നെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ചിലപ്പോൾ 1 മാസം വരെ എടുക്കും. പിന്നെ ഓൺലൈനിൽ ഫീസ് അടയ്ക്കണം, പിന്നെ ഫോട്ടോ ഒട്ടിക്കണം. സത്യം പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. നമ്മൾ വിചാരിക്കണ പോലെ അല്ല. നമ്മൾ ഈ എഴുത്താൻ്റെ അടുത്തുള്ള പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂലേ, അതുപോലെ അല്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അനിയന് എനിക്ക് തോന്നണത് ആ സുഗതനല്ലേ, സുഗതനായിട്ടൊന്ന് സംസാരിച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച പുള്ളിയെ കൊണ്ട് തന്നെ ചെയ്യിക്കും. സാറേ, നമ്മൾ ഈ വെയിലത്ത് കിടന്ന് ഓടി ഉണ്ടാക്കണ പൈസ അല്ലേ, വെറുതെ കൊണ്ടുപോയി ആളുകൾക്ക് കൊടുക്കാനുള്ള മടി കൊണ്ടാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ഓടണം ഇതിൻ്റെ പുറകെ. ഭയങ്കര ചടങ്ങാണ്, മെനക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അത് നമ്മൾ ഗൾഫിൽ കിടന്ന് ഓടണതും നാട്ടിൽ അവനവൻ്റെ കാര്യത്തിന് ഓടണതും കണക്കല്ലേ. സ്വന്തമായിട്ട് എഴുതാനാണ് തീരുമാനമാണെങ്കിൽ ഞാൻ വേറെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ഇപ്പോഴേ ഓടി തുടങ്ങിക്കോ, പകുതി ആകുമ്പോഴെങ്കിലും ഗൾഫിലെത്താം. ഭയങ്കര ചടങ്ങാണ്, ഒന്നുകൂടെ ആലോചിക്കും. അതപ്പോൾ ഈ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്ര മെനക്കേടാണ്, ഭയങ്കര ബോറാണ്. കാണുന്ന പോലെയല്ല, ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇത് തന്നെ ഒരു ബോറൻ പണിയാണ്. അതിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ആധാരം എഴുത്തുകാരനെ കൊണ്ട് ഞാൻ ചെയ്യിക്കണില്ല. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. ശരി സാറേ. എന്നാലും സ്വന്തമായിട്ടൊന്നും എഴുതാൻ നിൽക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കട്ടെ, പോണതിന് മുമ്പ് പറ്റണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇപ്പൊ സുഗതൻ അല്ലെങ്കിൽ വേറെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട്, ഞാൻ പരിചയപ്പെടുത്തരാം. നോക്കാം സാറേ. നോക്കിക്കോ. വലിയ ബുദ്ധിമുട്ടാണ് ഇതല്ലേ, ഭയങ്കര മെനക്കേടാണ്. ചടങ്ങ്. ഗൾഫിൽ പോകണ്ടേ സമയത്ത്, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ നിന്നാ കുഴപ്പമില്ല. നോക്കട്ടെ സാറേ. ശരി. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയണേ, സ്വന്തമായിട്ട് ശ്രമിക്കണ്ട കേട്ടോ. ഗൾഫിൽ കിടന്ന് അറബികളെ പറ്റിച്ചുണ്ടാക്കിയാലും ഇവിടെ നാട്ടിലുള്ളവർക്ക് 10 പൈസ കൊടുക്കൂല. ഇങ്ങനെയും കുറെ ഗൾഫുകാർ, കഷ്ടം. അതെ, ഞാനിവിടെ വന്ന സമയം പോലെ ഞാൻ നിങ്ങൾ നോക്കിയത്. നമ്മൾ ഇതിനു മുമ്പ് കിടന്നങ്ങ് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? നമ്മളോ? ഇല്ലേ? എന്നാ ഇനി നമ്മളിനി മുൻജന്മത്തിലായിട്ട് ഒന്നിച്ചുണ്ടായിനോ? ഒരു സംശയം. എൻ്റെ ചേട്ടാ, ഇന്നലെ നടന്ന കാര്യം പോലും ഇവിടെ ഓർമ്മയില്ല. അപ്പോഴാണ് മുൻജന്മം.
നമ്മൾ തമ്മിൽ ഒരു അഭേദ്യമായ ഒരു ബന്ധമില്ല പോലെ തോന്നുന്നു. എനിക്കറിയില്ല. ഇല്ല, ഞാനേ ഒരു കഥ പറയാൻ വന്നയാ. എന്റെ പൊന്നേട്ടാ, ഇത് സിനിമ സെറ്റ് ഒന്നും അല്ലത്. അല്ല, ഇത് അഡ്വക്കേറ്റിന്റെ ഓഫീസാണ്. അതെ. അപ്പൊ ഇത് ആര്? വക്കീലാര്? ചേട്ടനാ കോട്ടൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് വക്കീലാ. പക്ഷെ ഞാൻ നിങ്ങളെയാണ് വക്കീലായിട്ട് കണ്ടത്. തൊക്ക് നിങ്ങളാ. ഞാനല്ല വക്കീല്. നിങ്ങളാരി? ഞാൻ ഇവിടത്തെ ഗുമസ്തയാണ്. കുമസ്തയാ? ഓ, അപ്പൊ നിങ്ങള് വക്കീല് ഒറിജിനല്. കോട്ടിന്റെ മറ്റേ സാധനം ഇല്ലേ, ചുവന്ന കറുപ്പ്? ആ ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടാ നിങ്ങളെ വക്കീല്. ഒരു ചെറിയ സംഭവം പറഞ്ഞോട്ടെ. പറ. ഒരു വലിയ സമ്പന്നനായ അച്ഛൻ, അവന് ഒരേ ഒരു മകൻ, സൽസ്വഭാവി, സുന്ദരനും സുമുഖനും വലിയ കലാകാരനുമായ മോൻ. സ്വത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒരു ഉറുപ്പ്യ കൊടുക്കൂല. അപ്പൊ ഈ സ്വത്ത് മുഴുവൻ, വക്കീലേ, ഈ സ്വത്ത് മുഴുവൻ ഈ മോനുള്ളതല്ലേ? അതിപ്പോ അച്ഛനമ്മമാരുടെ സ്വത്തുക്കൾ അല്ലേ? മക്കൾക്ക്. ഇത് കിട്ടാൻ വേണ്ടിട്ട് എന്തെന്നാ വകുപ്പ്? പെട്ടെന്നൊരു വകുപ്പ്. അതായത് ഈ സ്വത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ അച്ഛൻ്റെ അമ്മയുടെ സ്വത്താണെങ്കിൽ അതെ, ഒന്നെങ്കിൽ അവര് നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് എഴുതി തരണം. അതല്ലാന്നുണ്ടെങ്കിൽ അവര് മരിച്ചു കഴിയുമ്പോൾ നമുക്കത് കിട്ടും. അദ്ദേഹത്തിന് എഴുതൽ തന്നെ പണി. ആധാരം അല്ല, അങ്ങനെ ഒരു എഴുത്ത് തന്നെ. പക്ഷെ തരില്ല, കൊടുക്കൂല. ഈ അച്ഛനാ ഈ മോൻ കൊല്ലാന്നിരിക്കും. അപ്പൊ ഈ സ്വത്ത് മൊത്തം ഈ മോനെ കിട്ടുമല്ലോ. കിട്ടും, പക്ഷെ അതെ അനുഭവിക്കാൻ പറ്റൂല. എന്റെ പൊന്നേട്ടാ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ പോയല്ലേ ഉള്ളൂ. അല്ല, സ്വന്തം കുടുംബത്തിലെ സ്വന്തം അച്ഛനെ ഒരു മോൻ കൊല്ലുന്നു വെച്ചാല് ആ കുടുംബത്തിലെ പ്രശ്നം ഇതിന് കോടതി ഇടപെടേണ്ട വല്ല ആവശ്യമില്ല. അതെ ചേട്ടാ, ചേട്ടൻ ഇങ്ങോട്ടായിരുന്നല്ലേ വരണ്ടിരുന്നത്. ഇത് വക്കീൽ ഓഫീസാണ്. ഒരു സൈക്കോളജിസ്റ്റിനെ ആയിരുന്നു കണ്ടിരുന്നത്. അത് പറയരുത്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, കഥ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ വീട്ടിൽ പോകോട്ടാ. ഈ കഥയിലെ ഈ പാവപ്പെട്ട മോനുണ്ടല്ലോ, സുന്ദരൻ എന്ന് പറഞ്ഞേ, ഞാനാ. എന്റെ അച്ഛനാണ് ഞാൻ കൊല്ലാൻ പറഞ്ഞത്. സ്വത്തൊന്നും തരാത്തോണ്ടാണ്, വേറൊന്നല്ല. അതെ, കല്യാണം കഴിച്ചില്ല. ഓ, നിങ്ങളോ? കഴിഞ്ഞതാ. കഴിച്ചു? അതല്ലേ? അല്ല, അതിന് പിന്നെ ഡൈവേഴ്സ് ആക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല. അടക്ക് വേണ്ട. ഞാനേ കല്യാണം കഴിച്ചു വന്നാല് ആ വീട്ടിലേക്ക് കാല് കുത്തിയാൽ ചിലപ്പോ സ്വത്ത് തന്നാലോ? വരൂ. ചേട്ടാ എണീക്ക്, ഇവിടെ ഇരിക്കണ്ട. അല്ല, ഞാൻ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണം ചേട്ടാ. എനിക്ക് കുറെ നേരമായില്ല. ഞങ്ങൾ പോലീസിന് വിളിക്കണതാ. അപ്പം ആധാരം തന്നെ. എന്താ ചായ്ക്കോ, ഇവിടെ ഒന്നും ഇരിക്കണ്ട, പൊക്കോ, വിട്ടോ. മേഡം, നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമപുസ്തകത്തിന് ഈ സ്വത്ത് കിട്ടേണ്ട വല്ല വകുപ്പുണ്ട്? ഞാൻ മര്യാദ പറഞ്ഞിറങ്ങി പോവാനായിട്ട്. ചേട്ടൊന്നും പോണ്ട, കുറെ നേരായി. നീ എവിടെന്ന് മഞ്ഞാവുക? ഓരോരോ പള്ളികളെ ശല്യ. സാറേ നമസ്കാരം. ആ ഇരിക്കും. വക്കീല, എൻ്റെ പേര് പാരിജാതൻ. ഗൾഫിലാ വർക്ക് ചെയ്യണത്. ഞാനിപ്പോ ലീവിൽ വന്നാണ് നാട്ടിലെ. അപ്പൊ എൻ്റെ അച്ഛൻ്റെ പേരിലൊരു 44 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അത് എനിക്കും ഏട്ടനും കൂടി ഇഷ്ടദാനം തരാൻ വേണ്ടിട്ട് ആധാരം ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പൊ വലിയ എമൗണ്ടാണ് ആധാരം എഴുത്തുകാർ ചോദിക്കുന്നത്. അപ്പൊ അന്വേഷിച്ചപ്പോ ഇങ്ങനെ വക്കീലന്മാർക്ക് ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് അറിയാനാണ്. അത് എഴുതാം, അഡ്വക്കേറ്റ്സിന് എഴുതാമെന്നുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ കുറെ നാളായി ഇത് എഴുതിയിട്ട്. അപ്പൊ ഇനിയിപ്പൊ ഇതിനെ കുറിച്ച് ഒന്നും കൂടെ ഒക്കെ ഒന്ന് പഠിച്ചിട്ടൊക്കെയാണ് ഇത് എഴുതാൻ പറ്റുള്ളൂ. അതിന്റെ ആവശ്യമില്ല. പിന്നെ അത് മാത്രല്ല, ഞാനിപ്പോ ഈ പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സുഖദേട്ടനും ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ തല തല്ലി പൊളിക്കും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഒരു മറ്റേ സബ് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് സംസാരിച്ചാൽ മതിയല്ലോ, അവര് ശരിയാക്കി തരും. അല്ല, ഞാൻ സബ് രജിസ്ട്രാറായിട്ട് ചെന്ന് സംസാരിച്ച്. അപ്പൊ പുള്ളി എന്നെ നിരുത്സാഹപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരു തക്കിട തരികിട കളിക്കണ പോലെ എനിക്ക് തോന്നി. നമ്മൾ സാധാരണക്കാർ ഇത് ചെയ്യരുത് എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളി എന്നോട് സംസാരിച്ചത്. അപ്പൊ ഈ വക്കീലന്മാർക്ക് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ സാർ എന്തിനാ സൂതനെയൊക്കെ പേടിക്കണം? ചെയ്തു തരാൻ പാടില്ലേ? ഇവിടെ ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിലുള്ള തിരക്കുകളുണ്ട്. അപ്പൊ അതും കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ അവിടെ പോയിട്ടുള്ള ശരിയാവാണ്ടിരുന്നു. അപ്പൊ ഡിസ്ട്രിക്റ്റിന്റെ രജിസ്ട്രാറിലൊന്ന് പോയിട്ട് സംസാരിച്ചു നോക്കും, എന്തായാലും ശരിയാവും. കുഴപ്പമുണ്ടാവും. ശരി എന്നാ. ഓക്കെ.